ഹേ ഗൈസ്, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡെലിവറി വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു വണ്ടി ഫുൾ ചാർജിലാണ് നമ്മളെ കയ്യിൽ തന്നത്. എക്കോ മോഡിൽ ഏകദേശം 94 കിലോമീറ്ററാണ് കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റൈഡ് മോഡ് നോക്കിയപ്പോഴത്തേക്ക് 80 കിലോമീറ്ററാണ് കാണിച്ചത്. സ്പോർട്സ് മോഡിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് 70 to 75 കിലോമീറ്ററിനകത്താണ് കാണിച്ചത്. എക്കോ മോഡിൽ നമുക്ക് 45 സ്പീഡ് വരെയും റൈഡ് മോഡിൽ 70 സ്പീഡ് വരെയും അതുപോലെ തന്നെ സ്പോർട്സ് മോഡിൽ വരുമ്പോഴത്തേക്ക് 90 സ്പീഡ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു വണ്ടി നമ്മൾ ഓഫർ പ്രൈസിലാണ് എടുത്തത്. 1,16,000 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇലക്ട്രിക് സ്കൂട്ടർ കാറ്റഗറിയിൽ എനിക്ക് അത്യാവശ്യം ഡിസൈനിൽ ഇഷ്ടപ്പെട്ട മോഡലാണ് വിഡേരതും അതുപോലെ തന്നെ ഏത്തറിൻ്റെതും. ഏത്തറിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തത്. ബാറ്ററി വാറണ്ടി വന്നിട്ട് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ആണ്. ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഉള്ളത്. സൺലൈറ്റിൽ വെച്ചിട്ട് നോക്കിയപ്പോഴും നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആവറേജ് സ്പീഡ് ഇതിൽ കാണിക്കും, റേഞ്ച് കാണിക്കും. നമുക്കിതിൽ തന്നെ നാവിഗേഷനും സെറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ച് സൈഡിലോട്ട് വരുമ്പോൾ ഹോണ്, ഇൻഡിക്കേറ്റർ, ഹസാർഡ് ലൈറ്റ്, ടച്ച് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബട്ടണും ലൈറ്റിൻ്റെ ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലത്തെ സൈഡിലോട്ട് പോകുമ്പോൾ കിൽ സ്വിച്ച്, SOS സ്വിച്ച് ഉണ്ട്. നമുക്ക് 3 മോഡാണ് പറഞ്ഞത്. 3 മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് സ്വിച്ച് ഉണ്ട്, പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്, ക്രൂയിസ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച്. ഈ ഒരു കീ നമ്മളെ വണ്ടിയുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വണ്ണിൽ ഇരിക്കുന്ന സ്വിച്ചാണ് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത്. ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് USB ഒരു പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹുക്കിൽ 3 kg വെയിറ്റ് വരെ നമുക്ക് ഇടാം. ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചാർജിന് ഇടാനുള്ള പോർട്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റും ചാർജറും സൂക്ഷിക്കാനുള്ള സ്പേസിൽ തന്നെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ബാറ്ററി പാക്ക് വെച്ചിരിക്കുന്ന സ്പേസും ഉണ്ട്. റിമോട്ടിൽ തന്നെ ഈ കീ എടുത്തിട്ട് വേണം ഈ ഒരു ബാറ്ററി പാക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ 2 റിമൂവൽ ബാറ്ററീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് ഇവിടെ ഉണ്ട്. ചാർജർ അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നല്ല കിടിലം അലോയ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്ററി പാക്ക് നല്ല താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.